മധുരമൊക്കെ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ? അപ്പം അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കി തുടങ്ങുമ്പോൾ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സംഭവം വേറെ ലെവലാണേ. അപ്പം മെയിൻ ആയിട്ട് ഈ പായസത്തിന് വേണ്ടത് അവിലാണ്. അവിലെടുത്തിട്ട് ഇതിന്റെ പൊടിയൊക്കെ ഒന്ന് പാറ്റി കളയുന്നുണ്ടേ. ഇനി ഒരു പാത്രത്തിൽ നെയ്യൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി എക്സ്ട്രാ ഇതിലേക്ക് നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. നമ്മളിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഈ പാൽപ്പായസത്തിനൊന്നും അധികം ആരും തേങ്ങാക്കൊത്തൊന്നും വറുത്തിടാറില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് അതുകൂടെ ചെയ്യുന്നുണ്ടേ. അങ്ങനെ വറുത്ത ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ അവില് കൂടെ ഇനി ഒന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ വറക്കുന്ന സമയത്ത് നമുക്ക് അവില് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. സാധാരണ എല്ലാവരുടെ വീട്ടിലുള്ളൊരു സാധനമാണല്ലേ ഈ അവിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പാലും കൂടെ കിട്ടിയാൽ നമുക്ക് ഈ ഒരു പായസം വളരെ എളുപ്പത്തിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അവില് നമ്മൾ വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് പാലാണ് നമുക്കിനി ചൂടാക്കി എടുക്കേണ്ടത്. ഏകദേശം നമ്മളിവിടെ വാങ്ങിയിട്ടുള്ള ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അവിൽ നമ്മൾ ഒരു പാക്കറ്റ് പാലിന് ഒരു ഗ്ലാസ്സോളം അവിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് വറുത്തിട്ട്. പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അവിൽ കൂടെ ചേർത്തിട്ട് ഇനി ഒന്ന് ചെറുതായിട്ട് കുറുകി വരണം. പാല് ചെറുതായിട്ട് അങ്ങോട്ട് കുറുകി വരുന്ന സമയത്ത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കായ അങ്ങോട്ട് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചായിരുന്നു. അവിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പായസം നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അധികം നല്ല കട്ടിയാകുന്നത് വരെ നിങ്ങൾ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് തിക്കായി വരുന്ന സമയത്ത് തന്നെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. കാരണം തണിയുമ്പോഴേക്ക് നമുക്ക് നല്ല കറക്റ്റ് പാകത്തിൽ കിട്ടും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി പായസമാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. പിന്നെ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഉരുക്കിയിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.